ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1992 പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് പെർഫോമൻസും റിലീസ് സെൻറ്ററിൽ പ്രദർശിപ്പിച്ച ദിവസങ്ങളും തിരുവനന്തപുരത്തെ കളക്ഷൻ ഡീറ്റെയിൽസുമാണ്. മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം കരിയറിലെ മികച്ചൊരു വർഷമായിരുന്നു 1992 കടന്നുപോയത്. അഭിനയിച്ച ഒട്ടുമിക്ക ചിത്രങ്ങളും വിജയം കൈവരിച്ച ഈ വർഷത്തിൽ ആകെ 6 ചിത്രങ്ങളിലാണ് മമ്മൂട്ടി അഭിനയിച്ചത്. 92 മമ്മൂട്ടി അഭിനയിച്ച ആദ്യത്തെ ചിത്രമായിരുന്നു ഫെബ്രുവരി 14 റിലീസ് ചെയ്ത കൗരവർ. ചാന്ദിനി ഫിലിംസിന്റെ ബാനറിൽ ജോഷി സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു ആക്ഷൻ ഫാമിലി എന്റർടൈനർ ആയിരുന്നു. AK ലോഹിദാസ് തിരക്കഥയൊരുക്കിയ ഈ ചിത്രം 21 സെന്ററുകളിലായിരുന്നു റിലീസ് ചെയ്തിരുന്നത്. കന്നഡ സൂപ്പർ താരം വിഷ്ണുവർദ്ധനും പ്രധാനപ്പെട്ട വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രം മമ്മൂട്ടി ആരാധകരെയും കുടുംബ പ്രേക്ഷകരെയും ഒരേപോലെ ആകർഷിച്ച് സാമ്പത്തികമായി വൻ വിജയം നേടിയ ചിത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം കരസ്ഥമാക്കിയ ചിത്രമായിരുന്നു കൗരവർ. ഈ ചിത്രം ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ചത് തിരുവനന്തപുരത്തായിരുന്നു. തിരുവനന്തപുരം ധന്യ കോംപ്ലക്സിൽ 100 ദിവസം പ്രദർശിപ്പിച്ച് 11,40,000 രൂപയായിരുന്നു ഗ്രോസ് കളക്ഷൻ നേടിയത്. കൗരവർ കേരളത്തിലെ റിലീസ് സെന്ററുകളിൽ നിന്ന് ആകെ 1,50,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷനായി നേടിയത്. മമ്മൂട്ടിയെ കൂടാതെ തിലകൻ, ബാബു ആന്റണി, ഭീമൻ രഘു, മുരളി തുടങ്ങിയവരും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഈ ചിത്രം മമ്മൂട്ടിയുടെ കൾട്ട് ക്ലാസിക്കുകളൊന്നായി ഇന്നും അറിയപ്പെടുന്നു. 92 മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു വിഷുവിനോടനുബന്ധിച്ച് ഏപ്രിൽ 2 തിയേറ്ററുകളിലെത്തിയ സൂര്യമാനസം. നന്ദന ഫിലിംസിന്റെ ബാനറിൽ നന്ദകുമാർ നിർമ്മിച്ച ഈ ചിത്രം സംവിധാനം ചെയ്തത് വിജി തമ്പിയായിരുന്നു. മമ്മൂട്ടി പുട്ടുറുമീസ് എന്ന ബുദ്ധിമാന്ദ്യം സംഭവിച്ച കഥാപാത്രമായി ഗംഭീര അഭിനയം കാഴ്ചവെച്ച സൂര്യമാനസത്തിന്റെ കഥാതിരക്കഥാ സംഭാഷണം ഒരുക്കിയത് സാബ് ജോൺ ആയിരുന്നു. സൂര്യമാനസം 20 സെന്ററുകളിലാണ് റിലീസ് ചെയ്തത്. തമിഴ് നടി വിനോദിനി നായികയായി അഭിനയിച്ച ഈ ചിത്രത്തിൽ രഘുവരനായിരുന്നു വില്ലൻ വേഷം കൈകാര്യം ചെയ്തിരുന്നത്. പ്രശസ്ത തെലുങ്ക് സംഗീത സംവിധായകൻ മരകതമണി ഈണമിട്ട അതിമനോഹരമായ ഗാനങ്ങളടങ്ങിയ സൂര്യമാനസം ഏറെ നിരൂപക ശ്രദ്ധ നേടിയെങ്കിലും സാമ്പത്തികമായി ഉദ്ദേശിച്ച വിജയം കൈവരിക്കാനായില്ല. അതുകൊണ്ട് തന്നെ സൂര്യമാനസം ബോക്സ് ഓഫീസിൽ ഒരു പരാജയ ചിത്രമായിരുന്നു. ഈ ചിത്രം ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ചത് തിരുവനന്തപുരത്തായിരുന്നു. തിരുവനന്തപുരം ധന്യ കോംപ്ലക്സിൽ 50 ദിവസം പ്രദർശിപ്പിച്ച സൂര്യമാനസം അവിടെ നിന്ന് 6,10,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയത്. 92 മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു ഏപ്രിൽ 10 തിയേറ്ററുകളിലെത്തിയ ജോണി വാക്കർ. അക്ഷയ ഫിലിംസ് നിർമ്മിച്ച ഈ ചിത്രം സംവിധാനം ചെയ്തത് ജയരാജ് ആയിരുന്നു. മമ്മൂട്ടിയുടെ സ്റ്റൈലൻ വേഷവിധാനങ്ങളുമായി പുറത്തിറങ്ങിയ ഈ ഹൈ ക്ലാസ് ആക്ഷൻ എന്റർടൈനറിന്റെ കഥാതിരക്കഥാ സംഭാഷണം ഒരുക്കിയത് രഞ്ജിത്ത് ആയിരുന്നു. ജോണി വാക്കർ 21 സെന്ററുകളിലായിരുന്നു വിഷുവിന് കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. തമിഴ് നടി രഞ്ജിത മലയാളത്തിൽ നായികയായി അരങ്ങേറ്റം കുറിച്ച ഈ ചിത്രത്തിൽ സോമൻ, ജഗതി ശ്രീകുമാർ, പ്രേംകുമാർ തുടങ്ങി ഒരു വൻ താരനിര തന്നെ ഉണ്ടായിരുന്നു. ചിത്രത്തിന്റെ അവതരണത്തിലെ പാളിച്ചയും നാറ്റിവിറ്റി ഇഷ്യൂവും ബോക്സ് ഓഫീസ് പെർഫോമൻസിനെ കാര്യമായി ബാധിച്ചു. അതുകൊണ്ട് തന്നെ വിഷു ചിത്രങ്ങളിൽ ഗംഭീര ഇനീഷ്യൽ നേടിയിട്ടും സാമ്പത്തികമായി ജോണി വാക്കറിന് ഉദ്ദേശിച്ച വിജയം കൈവരിക്കാനായില്ല. ജോണി വാക്കർ ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ചത് എറണാകുളത്താണ്. എറണാകുളം മൈമൂൺ തിയേറ്ററിലായിരുന്നു ഈ ചിത്രം 75 ദിവസം പ്രദർശിപ്പിച്ചത്. ജോണി വാക്കർ തിരുവനന്തപുരം ശ്രീപത്മനാഭയിൽ 61 ദിവസം പ്രദർശിപ്പിച്ച് 8,46,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയത്. 92 മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു മഹാനഗരം. ജൂലൈ 23 തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം TK രാജീവ് കുമാർ ആയിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. ഡെന്നിസ് ജോസഫ് തിരക്കഥയൊരുക്കിയ ഈ ചിത്രം 22 സെന്ററുകളിലായിരുന്നു റിലീസ് ചെയ്തിരുന്നത്. മമ്മൂട്ടി ചന്തക്കാട് വിശ്വമായി അരങ്ങ് തകർത്ത ഈ ചിത്രം തകർപ്പൻ ഇനീഷ്യൽ നേടുകയും അതുവഴി ലോങ് റണ്ണിൽ സാമ്പത്തികമായ വിജയം കൈവരിച്ച് ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ചിത്രമായിരുന്നു. മഹാനഗരം ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ചത് തിരുവനന്തപുരത്തായിരുന്നു. തിരുവനന്തപുരത്ത് 50 ദിവസം പ്രദർശിപ്പിച്ച് 8,70,000 രൂപയാണ് ഈ ചിത്രം ഗ്രോസ് കളക്ഷനായി നേടിയത്. മഹാനഗരം റിലീസ് സെന്ററുകളിൽ നിന്ന് ഗ്രോസ് കളക്ഷനായി നേടിയത് 1,10,00,000 രൂപയായിരുന്നു. 92 മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു കിഴക്കൻ പത്രോസ്. മാരുതി പിക്ചേഴ്സിന്റെ ബാനറിൽ TS സുരേഷ് ബാബു സംവിധാനം ചെയ്ത ഈ ചിത്രം ഓണത്തിനോടനുബന്ധിച്ച് ഓഗസ്റ്റ് 27 ആയിരുന്നു തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്.
ഡെന്നിസ് ജോസഫ് തിരക്കഥയൊരുക്കിയ ഈ ചിത്രം 23 സെൻറ്ററുകളിലാണ് റിലീസ് ചെയ്തത്. ഓണം സീസണിൻ്റെ അഡ്വാൻറ്റേജിൽ തരക്കേടില്ലാത്ത ചിത്രം എന്ന പേര് നേടിയ ഈ ആക്ഷൻ എൻ്റർടൈനർ തരക്കേടില്ലാത്ത കളക്ഷൻ നേടി ബോക്സ് ഓഫീസിൽ ഹിറ്റ് സ്റ്റാറ്റസാണ് നേടിയത്. കിഴക്കൻ പത്രോസ് ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ചത് തിരുവനന്തപുരം SL കോംപ്ലക്സിലായിരുന്നു. അവിടെ 88 ദിവസം പ്രദർശിപ്പിച്ച ഈ ചിത്രം 8,35,000 രൂപയായിരുന്നു കിഴക്കൻ പത്രോസ് ഗ്രോസ് കളക്ഷനായി നേടിയത്. കേരളത്തിലെ റിലീസിംഗ് സെൻറ്ററുകളിൽ നിന്ന് ഈ ചിത്രം ഗ്രോസ് കളക്ഷനായി നേടിയത് 1 കോടി രൂപയായിരുന്നു. 92 മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു സെപ്റ്റംബർ 4 ഓണത്തിനോടനുബന്ധിച്ച് തിയേറ്ററുകളിലെത്തിയ പപ്പയുടെ സ്വന്തം അപ്പൂസ്. ഈ ചിത്രം ഫാസിലായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. ഖൈസ് പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ഈ ചിത്രം 24 സെൻറ്ററുകളിലാണ് റിലീസ് ചെയ്തത്. ഒരു പക്ക ഫാമിലി എൻ്റർടൈനറായ പപ്പയുടെ സ്വന്തം അപ്പൂസ് കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്ത് വമ്പൻ വിജയമാണ് അക്കാലത്ത് നേടിയെടുത്തത്. ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് നേടിയെടുത്ത ഈ ചിത്രം 92 മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ വിജയ ചിത്രമായിരുന്നു. തിരുവനന്തപുരത്ത് 150 ദിവസം പ്രദർശിപ്പിച്ച പപ്പയുടെ സ്വന്തം അപ്പൂസ് 17 ലക്ഷമാണ് ഗ്രോസ് കളക്ഷൻ കരസ്ഥമാക്കിയത്. ഈ ചിത്രം കേരളത്തിലെ റിലീസിംഗ് സെൻറ്ററുകളിൽ നിന്ന് ആകെ 2 കോടി രൂപയാണ് ഗ്രോസ് കളക്ഷനായി നേടിയത്. ആകെ സമ്മറി നോക്കുമ്പോൾ 92 മമ്മൂട്ടിയുടെ ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ച ചിത്രങ്ങൾ എടുത്തു നോക്കിയാൽ നമ്പർ 1 പപ്പയുടെ സ്വന്തം അപ്പൂസ് 150 ദിവസമാണ് ഈ ചിത്രം പ്രദർശിപ്പിച്ചത്. നമ്പർ 2 100 ദിവസം പ്രദർശിപ്പിച്ച കൗരവർ. നമ്പർ 3 88 ദിവസം പ്രദർശിപ്പിച്ച കിഴക്കൻ പത്രോസ്. തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം എടുത്തു നോക്കിയാലും നമ്പർ 1 പപ്പയുടെ സ്വന്തം അപ്പൂസാണ്. 17 ലക്ഷത്തിനടുത്താണ് കളക്ഷൻ നേടിയത്. നമ്പർ 2 11,40,000 കളക്ട് ചെയ്ത കൗരവർ. നമ്പർ 3 8,70,000 രൂപ കളക്ട് ചെയ്ത മഹാനഗരം. ഇത്രയുമാണ് 1992 മമ്മൂട്ടി ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് പെർഫോമൻസിനെ കുറിച്ചുള്ള വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.